മതത്തിന് നേരെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ ഒക്കെ വർഗീയതകൾ ബീഫ് കഴിക്കാൻ വളരെയധികം നിർബന്ധിച്ചുകൊണ്ട് ബീഫ് വായിൽ വെച്ചു കൊടുക്കുന്ന, വളരെ പ്രയാസം ജനിപ്പിക്കുന്ന ഒരു ആരാണ് ബീഫിനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വീകരിച്ച ഒരു പൈതൃകമാണ്, എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു പൈതൃകമാണ്. വിവിധതരം മതങ്ങൾ വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന മനോഹരമായ നാടാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം. കേരമരങ്ങൾ തിങ്ങി നിൽക്കുന്നത് പോലെ തന്നെ മതങ്ങൾ പരസ്പരം തിങ്ങി നിറഞ്ഞ് വളരെയധികം സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു ഭൂമികയാണ് ഈ കേരളം എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ നാടുകളിൽ നിന്നും കച്ചവടക്കാർ കേരളത്തിൻ്റെ തീരത്തെത്തി അവർ കച്ചവടം ചെയ്യുകയും അതുവഴി പല ആദാന പ്രദാനങ്ങളും നടക്കുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിനും വിശിഷ്യ ഇന്ത്യ എന്ന ഈ രാജ്യത്തിനും മാതൃകയാണ്. ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് എന്തിനൊക്കെയോ വലുതാക്കിക്കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വിശദമായി പറഞ്ഞാൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഒരു സ്റ്റോറി അവതരിപ്പിക്കുന്നുണ്ട്. ബീഫ് കഴിക്കാൻ വളരെയധികം നിർബന്ധിച്ചുകൊണ്ട് ബീഫ് വായിൽ വെച്ചു കൊടുക്കുന്ന, വളരെ പ്രയാസം ജനിപ്പിക്കുന്ന ഒരു സീൻ. ഈ സമയത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ സ്റ്റോറി അതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ആരാണ് ബീഫിനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്? നിനക്ക് ബീഫ് വേണമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അതുകൂടെ ഞാൻ തിന്നാം. ഈ തരത്തിലാണ് കേരളത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ. പക്ഷേ അതിനു പുറമെ നീ നിർബന്ധപൂർവം ബീഫ് കഴിക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് മെസ്സേജാണ് ഇന്നത്തെ സമൂഹത്തിന് നൽകുന്നത്? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരള സമൂഹത്തിന് ഇനിയും മുന്നോട്ട് ഗമിക്കാൻ ആ ചരിത്രം തന്നെ മതിയാകും, ആ പൈതൃകം തന്നെ മതിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പല തരം വർഗീയതകളും ഉറഞ്ഞു തുള്ളുമ്പോൾ ഒരു ജില്ലക്ക് നേരെ, ഒരു സമൂഹത്തിന് നേരെ, ഒരു മതത്തിന് നേരെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ ഒക്കെ വർഗീയതകൾ ഉറഞ്ഞു തുള്ളുമ്പോൾ അതിനെതിരെയൊക്കെ നല്ല രീതിയിൽ ജീവിതം കൊണ്ട് മറുപടി നൽകുന്ന സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. അതിന് പല ഉദാഹരണങ്ങളും ഈ കേരളത്തിൽ തന്നെയുണ്ട്. വിശിഷ്യ മലപ്പുറം ജില്ലയിലുണ്ട്, ബാക്കി പല ജില്ലകളിലുമുണ്ട്. രാഷ്ട്രീയത്തിലുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട്. പക്ഷേ ഇതൊക്കെ അവഗണിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പലതരം ആളുകളെയും നവലോകം, നവയുഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ സമൂഹം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ ഗമിച്ച് വരും തലമുറയെ ഭാസുരമാക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.